ഹലോ ഫ്രണ്ട്സ്, ഇനി അടുത്ത ഒരു ഇന്ത്യൻ വിസ്മയമായി മാറാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും രാമായണ. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് ഞാനത് പറയുന്നത്. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ വിഷ്വൽ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുന്നേ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമിത് മൽഹോത്രയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങേര് ചെയ്തതൊക്കെയാണ് ഡ്യൂൺ, ആഗ്രി ബേർഡ്സ് പോലത്തെ സിനിമകളൊക്കെ. അപ്പോൾ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പിന്നെ ബഡ്ജറ്റ് ഏകദേശം രണ്ട് പാർട്ടായിട്ടാണ് സിനിമ വരാൻ പോകുന്നത്. രണ്ട് പാർട്ടിനും കൂടി ഏകദേശം 4000 കോടിക്ക് മേലെ ആവുമെന്നാണ് പറയുന്നത്. ആദ്യത്തെ അതായത് ഫസ്റ്റ് പാർട്ടിൽ തന്നെ 2000 കോടിക്ക് മേലെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടിലൂടെ 4000 കോടിക്ക്. പിന്നീട് ഞാൻ ആലോചിച്ച സിനിമയുടെ ബ്രേക്ക് ഇവൻ്റ് ആണ്. ആദ്യത്തെ പാർട്ട് ബ്രേക്ക് ഇവൻ്റ് ക്രോസ് ചെയ്യാനൊക്കെ തന്നെ ഏകദേശം ഒരു 4000 കോടി വരും. അതായത് രണ്ട് സിനിമയുടെ ബഡ്ജറ്റ് ആദ്യത്തെ പാർട്ടിന് കിട്ടിയാൽ സിനിമയ്ക്ക് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് എങ്കിലും വരുത്തും. ഈ സിനിമയുടെ ക്യാരക്ടറിലേക്ക് നോക്കുവാണെങ്കിൽ ലോകത്തിലെല്ലാവർക്കും അറിയാം രാമായണം കഥ എന്തോ ആണെന്ന് എങ്ങോട്ടാണ് പോക്കെന്നും. ഇനി ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമയുടെ മേക്കിങ്ങും അതെങ്ങനെ ചെയ്തു എന്നാണ്. സിനിമയിൽ എല്ലാവരും തന്നെ നോക്കിയത് യാഷിൻ്റെ വില്ലൻ രാവൺ. ആ രാവൺ ക്യാരക്ടർ കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ സിനിമ കാണാൻ വരും. അത് 100% ഉറപ്പാണ്. പിന്നെ എവിടെയും നമ്മുടെ ഹനുമാനെ കണ്ടില്ലല്ലോ. സിനിമയുടെ ട്രെയിലർ തന്നെ ഏകദേശം 4 മിനിറ്റോളം ഉണ്ട്. ഈ 4 മിനിറ്റിൻ്റെ എവിടെയും ഹനുമാനെ കുത്തി കയറ്റിക്കൂടായിരുന്നോ? അതെന്താ അവർ ചെയ്യാതിരുന്നത്? ഇത്രയും അവർ കാണിക്കാനേ ഹനുമാനെ കയറ്റിക്കൂടാ. അതെല്ലാം പോട്ടെ, അവരുടെ ഇഷ്ടമാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് നിതേഷ് തിവാരിയാണ്. അറിയാലോ, ഡങ്കിളൊക്കെ പുള്ളിക്കാരൻ്റെ വർക്കാണ്. അപ്പോൾ അറിയാവുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് സിനിമ കിട്ടിയിരിക്കുന്നത്. ഞാൻ എടുത്തു പറഞ്ഞത് ആദിപുരുഷനെ തന്നെയാണ്. എന്ത് ചവറാണ് ഇതൊക്കെ! ഒരു കണ്ട് പഠിക്കണം. നല്ല രീതിയിൽ പൈസ മുടക്കിയാൽ നല്ല തന്നെ പൈസ കിട്ടും എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, സിനിമയുടെ വിഷ്വൽസൊക്കെ ആയിക്കോട്ടെ, സിനിമയുടെ സ്ക്രീൻ പ്ലേ എല്ലാം കീഴിലെന്ന് വെച്ചാൽ അങ്ങേറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ സിനിമയുടെ ഡ്യൂറേഷനൊന്നും ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. ഏകദേശം 3 മണിക്കൂർ കൂടുതൽ വരുവാണെങ്കിൽ, പിന്നെ സിനിമയിൽ 3Dയിലും കൂടിയാണെങ്കിൽ ഉറപ്പായിട്ടും തലവേദന വരും. ശരിക്കുള്ള തലവേദന പറഞ്ഞത്. കൂടുതലും 3D ഗ്ലാസ് ഉപയോഗിച്ചാൽ ഇച്ചിരി പ്രശ്നമാണ്.